സാധാരണയായിട്ടുണ്ടാകുന്ന പനി, ചുമ, ജലദോഷം തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ശമിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പനിക്കൂർക്ക ഇല. ഈ പനിക്കൂർക്ക ഇലയും അതുപോലെ തുളസി ഇലയും ചേർത്ത് തയ്യാറാക്കുന്ന ഒരു ചായയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. കാലാവസ്ഥയൊക്കെ മാറി വരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഈ ഒരു ചായ, പ്രത്യേകിച്ച് പനിക്കൂർക്കയും അതുപോലെ ഒട്ടനവധി ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ തുളസിയൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ചായ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ചായ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുക എന്നറിയണ്ടേ? വീഡിയോ കാണാം. പനിക്കൂർക്ക ഇല, തുളസി, നാരങ്ങ, തേൻ എന്നിവയാണ് ഈ ഒരു ചായ തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത്. നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണപ്പെടുന്ന ഒന്നാണ് പനിക്കൂർക്ക. കുട്ടികൾക്കുണ്ടാകുന്ന പല രോഗങ്ങൾക്കും പെട്ടെന്ന് പരിഹാരം കാണാനായിട്ട് ഇത് സഹായിക്കും. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും ആരോഗ്യകാര്യത്തിൽ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് പനിക്കൂർക്ക. പലതരം ആരോഗ്യ പ്രശ്നങ്ങൾക്കായിട്ടും ഇത് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ മാറ്റാനും, ആർത്രൈറ്റിസ് കുറയ്ക്കാനും, നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും, മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും, പനി, ചുമ, വയറുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾക്കുമൊക്കെ പരിഹാരം കാണാനും ഇത് നല്ലതാണ്. കിഡ്നിയുടെ ആരോഗ്യവും കണ്ണിന്റെ ആരോഗ്യവും മെച്ചപ്പെടുത്തുന്നതിനുമൊക്കെ പനിക്കൂർക്ക സഹായിക്കുന്നുണ്ട്. ഇവിടെ 3-4 പനിക്കൂർക്ക ഇല പറിച്ചെടുക്കുന്നുണ്ട്. ഇതൊന്ന് കഴുകിയതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ പനിക്കൂർക്ക ഇല കഴുകിയെടുത്തിട്ടുണ്ട്. പനിക്കൂർക്ക കൂടാതെ പിന്നെ വേണ്ടത് തുളസിയിലയാണ്. ജലദോഷവും പനിയും കുറയ്ക്കാനും ആരോഗ്യമുള്ള പല്ലിനും ഒക്കെ നല്ലതാണ് തുളസിയില. ചൊറിച്ചിൽ, പൊള്ളൽ, പ്രാണി കടിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിങ്ങനെയുള്ള സ്കിൻ പ്രോബ്ലംസ് കുറയ്ക്കാനും തുളസിയില നല്ലതാണ്. ആരോഗ്യത്തിന് ഒരുപാട് നല്ലതായ ഈ തുളസിയിലയും നമുക്കെടുക്കാം. ഇതും നന്നായി കഴുകിയതിനു ശേഷം എടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഒരു പകുതി ഭാഗം നാരങ്ങയും ആവശ്യത്തിന് തേനുമാണ് വേണ്ടത്. ഇവിടെ ഒരു പാത്രത്തിൽ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പനിക്കൂർക്ക ഇല ഒന്ന് ഒടിച്ച് മടക്കി മുറിച്ച് ഇട്ട് കൊടുക്കണം. ഇനി ഇതിന് ശേഷം തുളസി ഇലയും ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായി തിളപ്പിക്കുക. ഇവിടെ ചായ തയ്യാറായിട്ടുണ്ട്. ഇതിനി ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് അല്പം നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ദഹന പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് നാരങ്ങ സഹായിക്കുന്നുണ്ട്. ചൂട് നന്നായിട്ടൊന്ന് കുറഞ്ഞു വരുമ്പോൾ അല്പം തേനും ചേർക്കാം. ഈ ഒരു ചായ രാവിലെ കുടിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കാലാവസ്ഥ മാറുന്നത് കൊണ്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള പലതരം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഈ ഒരു ചായ പരിഹാരം നൽകും. നാരങ്ങാനീരും തേനും വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇത് താല്പര്യമില്ലാത്ത ആളുകൾക്ക് നാരങ്ങാനീരും തേനും പൂർണ്ണമായിട്ടും ഒഴിവാക്കാവുന്നതാണ്. എങ്ങനെയാണ് ഈ പനിക്കൂർക്ക തുളസി ചായ തയ്യാറാക്കുക എന്നും എന്തൊക്കെയാണ് അതിന്റെ ഗുണങ്ങളെന്നും കണ്ടില്ലേ? അപ്പൊ നിങ്ങളും ഈ ചായ കുടിച്ചു നോക്കുക. വളരെ നല്ലതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.